ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുലിഖിതം. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പേര് അഞ്ചലിനാമ ചാക്കോ. എനിക്ക് കുറച്ച് നാളായിട്ട് ഗ്യാസിൻ്റെ അസുഖമായിരുന്നു. ഞാൻ 3-4 ഡോക്ടർമാരെ കാണിക്കുന്ന സമയത്ത് ഇച്ചിരി കുറവ് വരും. എനിക്ക് ഇരിക്കാനോ കിടക്കാനോ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. പലവിധത്തിലുള്ള മരുന്നുകൾ കഴിച്ചു നോക്കി, എന്നിട്ടും കുറഞ്ഞില്ല. ഞങ്ങൾ അഭിഷേകാഗ്നി തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ ടെലിവിഷനിലൂടെ വരുന്നതല്ലേ? അതെ, ഞായറാഴ്ചകൾ, എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കാണുന്ന കുടുംബമാണ്. അഭിഷേകാഗ്നിയില് ഈശോയുടെ തിരുശരീരം എഴുന്നള്ളിച്ചു വെച്ച് രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ TV-യിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മകൾക്ക് അസുഖം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് ആ നിമിഷം എൻ്റെ അസുഖം മാറുകയും ഇന്നേ വരെ എനിക്ക് ഗ്യാസിന്റെ അസുഖമോ മറ്റോ ഒരസുഖമോ ഉണ്ടായിട്ടില്ല. പിന്നെ സൗഖ്യത്തിന്റെ ഒരു അനുഭവമാണ് കർത്താവ് കൊടുത്തത്. ആ അസുഖം വിട്ടുമാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. TV കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ആരാധന ഉണ്ടല്ലോ, ആ അമ്മ ആരാധനയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ TV ഉപകരണമൊന്നുമല്ല. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് അവർ വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന തൊട്ടങ്ങോട്ട് പ്രാർത്ഥിച്ചു. അത്ഭുത സൗഖ്യം അങ്ങോട്ട് ഒഴുകി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷ നടക്കുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളിലാണ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ ശക്തി വെളിപ്പെടുന്നത്. പ്രകടമായ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് കർത്താവ് കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് ദൈവജനം കത്തുമുഖേനയും നേരിട്ടും കൺവെൻഷൻ സ്റ്റേജുകളിലും വെളിപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു കാരണം ഈ ഞായറാഴ്ചകളിൽ നടക്കുന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ഷാലോം ചാനലിലൂടെ ഈ അഭിഷേകാഗ്നി എപ്പിസോഡിന് വേണ്ടി, അത് കാണുന്ന ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി അനേക സ്ഥലങ്ങളിലിരുന്ന് ദൈവജനം ഉപവാസത്തോടും ജാഗരണത്തോടും കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കർത്താവ് തന്നെ പ്രേരണയാണ്. ഏതാണ്ട് 100,000-ഓളം കുടുംബങ്ങളിലിരുന്ന് ഇതിനുവേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് ദൈവജനത്തെ ഉണർത്തുന്നു എന്ന്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഷാലോം ചാനലിലൂടെ നടക്കുന്ന അഭിഷേകാഗ്നി എപ്പിസോഡ് കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആ ഒരു ശുശ്രൂഷയ്ക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്കത് ചേരാവുന്നതാണ്. എല്ലാ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളെ കർത്താവ് ഉയർത്തുന്നതായിട്ട് അച്ഛന് മനസ്സിലായിട്ടുണ്ട്. ഇവരൊക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കൃപ ഈ സമൂഹത്തിലേക്ക് ഇതാ കർത്താവ് വർഷിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ലോകത്തിന് നാനാഭാഗത്തു നിന്ന് ഈ അഭിഷേകാഗ്നി കാണുന്ന ആളുകൾക്ക് വേണ്ടി ലക്ഷോപലക്ഷം ആളുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അത് ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. അതൊരു സൗഖ്യമായി മാറാൻ പോവുകയാണ്. അതൊരു വിടുതലായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ വേദന എന്താണോ, നിങ്ങളുടെ നിയോഗം എന്താണോ, അതിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഹെബ്രായ 7:25 തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിവുണ്ട്. 2 കരങ്ങൾ ഉയർത്തി എല്ലാ വേദനകളും സമർപ്പിച്ച് ദൈവജനം ഉറക്കെ കർത്താവിനെ ആരാധിക്കട്ടെ. രോഗികൾ കൈകൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കട്ടെ. കുടുംബത്തിലെ ദുഃഖങ്ങൾ ദൈവസന്നിധിക്ക് അർപ്പിച്ച് ദൈവജനം ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. കർത്താവേ, അവിടുന്ന് ഇപ്പോൾ സന്ദർശിക്കണമേ. കർത്താവേ, അവിടുന്ന്
ഇപ്പോൾ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുന്ന് ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. നിങ്ങളുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. തിന്മയുടെ കോട്ടകൾ തകരട്ടെ കർത്താവേ. അന്ധകാര ആധിപത്യങ്ങൾ തകരട്ടെ കർത്താവേ. വഴക്കും കലഹങ്ങളും വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കൃപ നിറയട്ടെ കർത്താവേ. അഭിഷേകം നിറയട്ടെ കർത്താവേ. ഉണർവ് നിറയട്ടെ കർത്താവേ. ദൈവഭക്തി നിറയട്ടെ കർത്താവേ. വിശുദ്ധി നിറയട്ടെ കർത്താവേ. സ്നേഹം നിറയട്ടെ കർത്താവേ. ശക്തി നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. യേശുവേ, നന്ദി. യേശുവേ, ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് ശാന്തമായ സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഗോലിയാത്തല്ല ശക്തൻ എന്നതിനെ കുറിച്ചാണ്. ജോബിന്റെ പുസ്തകം 26-ാം അധ്യായം 12-ാം തിരുലിഖിതം. അവിടുന്ന് തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി, തൻ്റെ ജ്ഞാനത്താൽ റാഹാബിനെ തകർത്ത് കളഞ്ഞു. അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമുക്ക് നേരിട്ട് പറയാം. അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം, അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ വളരെ ഭയചകിതരായിരുന്ന നിരവധി വ്യക്തികളുടെ മുഖങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ചില ആളുകൾ വളരെ വേദനയോടെ പറയാണ്, അയ്യോ അച്ഛാ, ഭയങ്കരമായ കഷ്ടപ്പാടാണ്, അതാ കൂടോത്രം ഞങ്ങൾക്കെതിരെ ചെയ്തിരിക്കുക, ദേ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും തകർച്ചയാ, രക്ഷയില്ല, ഞങ്ങളെ രക്ഷിക്കണേ. ഇങ്ങനെയൊക്കെ വേദനയോടെ നിലവിളിക്കുന്ന വ്യക്തികളെ അച്ഛനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി വ്യക്തികളെ ഭയം ഭരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇനി വേറെ ചിലതാണെങ്കിൽ രോഗങ്ങൾ, ക്യാൻസർ രോഗം, മരണകരമായ അവസ്ഥകൾ, ഇനി രക്ഷയില്ല, അങ്ങനെ വേദനിക്കുകയും തകരുകയും ചെയ്യുന്ന ഹൃദയത്തോടു കൂടി ഇരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന പോലും നിശ്ചലമായി പോയ രംഗങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തെ വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചന വിപരീതമായ ലോകപ്രകാരമുള്ള ചില ബോധ്യങ്ങൾ ഭരിക്കുന്നതിനാൽ ദൈവജനം നശിക്കുന്നു എന്നതിനെക്കുറിച്ച് ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതാണ്. രോഗത്തിനല്ല ശക്തി, പിശാചിനല്ല ശക്തി, അല്ലെങ്കിൽ കൂടോത്രത്തിനല്ല ശക്തി, ലോകപ്രകാരമുള്ള മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾക്കല്ല ശക്തി. ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോവുകയാണ്. അവിടെ 8-ാമത്തെ അധ്യായത്തിൽ 26 മുതൽ 39 വരെ തിരുലിഖിതങ്ങൾ. യേശു ഗരസേനരുടെ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണത്. ഗരസേനരുടെ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന യേശു അവിടെ ഒരു പിശാചി ബാധിതനുമായി കണ്ടുമുട്ടുകയാണ്. എന്താണ് ഈ പിശാചി ബാധിതന്റെ പ്രത്യേകത? ഈ പിശാചി ബാധിതനെ ഒരു വ്യൂഹം, നിന്റെ പേരെന്താണെന്ന് അവനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒന്നല്ല ഒരു വ്യൂഹമുണ്ടെന്ന് പറഞ്ഞ് ലഗിയോൺ എന്ന് അവരുടെ പേര് വിളിച്ച് പറഞ്ഞ രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. അങ്ങനെ ഒരു വ്യൂഹം പിശാചുക്കൾ, ഒരു കൂട്ടം പിശാചുക്കൾ ആവസിച്ച് അങ്ങനെ ആയിത്തീർന്ന കഠിനമായ അവസ്ഥയുള്ളൊരു മനുഷ്യനെയാണ്. അവൻ ശവക്കല്ലറകളിൽ വസിച്ചിരുന്നു എന്ന് വചനത്തിൽ വായിക്കുകയാണ്. അവനെ വലിയ ചങ്ങലകൾ കൊണ്ടും കാൽവിലങ്ങൾ കൊണ്ട് ബന്ധിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിച്ച് ആ വിജന സ്ഥലത്തേക്ക്, അവൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിരുന്നു. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത അമാനുഷ ശക്തി കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ടാണ് യേശു കടന്നു വരുന്നത്. ഉടനെ ആ മനുഷ്യൻ അലറി, നസറേനായ യേശുവേ, എന്നെ നശിപ്പിക്കരുതേ. ഇതാ യേശുവിന് മുമ്പിൽ അദ്ദേഹം താണു വീണിപ്പോൾ ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്, ദയവ് ചെയ്ത് എന്നെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചു, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. എന്തെങ്കിലും കാരണത്തിന് പറഞ്ഞയക്കുകയാണെങ്കിൽ എന്നെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിടണമേ. ഇതാ അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ എല്ലാം പോയി ഒരു ദയനീയ ഭാവത്തിൽ നിൽക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യേശുവിന്റെ മുമ്പിൽ മറ്റുള്ളതിനൊന്നിനും ശക്തിയില്ല.
അത് പിശാചാകട്ടെ, നരകസന്ധി ആരുമാകട്ടെ, എന്ത് ശക്തി വന്നാലും ശരി, യേശുവിന്റെ ശക്തിയുടെ മുമ്പിൽ മറ്റ് ശക്തികൾ നിഷ്പ്രഭം തന്നെ. ഉറക്കെ പറയാ ഹല്ലേലൂയ. ശക്തി നമ്മുടെ ദൈവത്തിന്റെ അത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വേറൊരു സംഭവം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. അത് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിലാണ്. 17-ാം അധ്യായത്തിൽ ഒരു രംഗം. വലിയ മല്ലനായ ഗോലിയാത്ത്, അവൻ വലിയ പിച്ചളത്തൊപ്പി, വലിയ കുന്തം, വലിയ മാർച്ചട്ട, വലിയ ചെരുപ്പ്, വലിയ ഭീകരരൂപിയായി അങ്ങനെ അവിടെ കിടന്ന് അലറുകയാണ്. ആരെങ്കിലും എന്നോട് എതിരുണ്ടെങ്കിൽ വരിക, നിങ്ങൾ സാവൂളിന്റെ സേവകന്മാരല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങ്. ഇങ്ങനെ ജീവിക്കുന്ന ദൈവത്തിന്റെ സേനയെ നിന്ദിച്ചും അവഹേളിച്ചും വെല്ലുവിളിച്ചും അവരുടെ മുകളിൽ കൂടെ ചവിട്ടി മതിച്ച് അവൻ അവിടെ നിൽക്കുകയാണ്. ഒരാൾക്ക് അവനെ എതിർക്കാൻ പറ്റുന്നില്ല. ഇവന്റെ സ്വരം കേൾക്കുമ്പോഴേക്കും പട്ടാളക്കാരടക്കം, സാവൂൾ രാജാവ് അടക്കം കിടുകിട വിറയ്ക്കുകയാണ്. അതിനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 സാമുവേൽ 17:11. അവന്റെ വാക്ക് കേട്ട് സാവൂളും ഇസ്രായേൽ ജനങ്ങളെല്ലാവരും ഭയചകിതരായി. സാധാരണ ജനങ്ങൾ മാത്രമല്ല, കുട്ടികൾ മാത്രമല്ല, സ്ത്രീകൾ മാത്രമല്ല, ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും മാത്രമല്ല, പട്ടാളക്കാരും അതുപോലെ രാജാവടക്കം സാവൂളും ഇസ്രായേൽക്കാരെല്ലാവരും ഭയചകിതരായി. അതുപോലെ ഒരു ഭീമൻ, ഒരു ഭീകര ശക്തിയായിട്ട് അവൻ ഈ രാജ്യത്തിന് മുകളിൽ, ഈ രാജ്യത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുക. ഒരു രാജ്യം മുഴുവനും നോക്കിയിട്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ അമാനുഷ ശക്തി, അതുപോലെ ഒരു ഭീകര ശക്തിയായിട്ട് അവൻ അങ്ങനെ വളർന്നു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്താണ് ദാവീദ് എന്ന് പറയുന്ന ഒരു ബാലൻ അങ്ങോട്ട് കയറി വരുന്നത്. എന്താണ് ഈ ബാലന്റെ പ്രത്യേകത? ഈ ബാലന്റെ പ്രത്യേകത, ഇവൻ ഗോലിയാത്തിനെ ഒരു ശക്തിയായി കാണുന്നില്ല. ഗോലിയാത്തിന്റെ ശക്തിയെ അവൻ കാര്യമായി ഗണിക്കുന്നില്ല. ഇവന്റെ ഹൃദയം എന്താണ്? ഇവന്റെ ഹൃദയം എവിടെയാണ്? ഇവിടെ സഹോദരങ്ങളെ, ഈ ഭീകരരൂപിയായ ഗോലിയാത്തിന് ഈ ദാവീദിനെ കണ്ടപ്പോൾ കണ്ണിൽ പിടിച്ചില്ല. ഒരു ചെറുബാലൻ, കയ്യിൽ ആയുധമില്ല, മാർച്ചട്ടയില്ല, പിച്ചളത്തൊപ്പിയില്ല, കാലിൽ ഷൂസോ മറ്റു പരിപാടികളൊന്നുമില്ല. ഒരു ബാലൻ, ഒരു ഇടയ ചെറുക്കൻ, ഒരു ചെറിയ കവണയുമായിട്ട് ഇതാ നടന്നു നീങ്ങുകയാണ്. ഉടനെ ചോദിക്കുകയാണ്, നീ ഒരു കവണയുമായിട്ട് വരാൻ ഞാനെന്താ ഒരു പട്ടിയോ? നിന്നെ ഞാൻ ഇപ്പോൾ പക്ഷിക്കും പറവയ്ക്കും പട്ടിക്കും ഭക്ഷണമായി ഇട്ടുകൊടുക്കും എന്ന് പറഞ്ഞ് ഈ ഗോലിയാത്ത് അരിശത്തോടെ ആ ബാലന്റെ നേരെ ചീറി അടുക്കുകയാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ പൈതലിലുണ്ടായിരുന്ന ശക്തി വെളിപ്പെടുകയാണ്. അതാണ് തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 45-ഉം 46-ഉം തിരുലിഖിതങ്ങൾ. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എന്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും. ഞാൻ നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇട്ടുകൊടുക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് സകല ലോകങ്ങളും അറിയാൻ തക്കവണ്ണം ഇവിടെ ദൈവശക്തി വ്യാപരിക്കുമെന്ന് ഇതാ ദാവീദ് തൻ്റെ ഉള്ളിലുള്ള ബോധ്യം അവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഇവിടുത്തെ വ്യത്യാസം? ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും, അവരുടെ പട്ടാളവും അവരുടെ രാജാവും ഗോലിയാത്തിനെ വലിയ ശക്തനായി കണ്ടു, ഗോലിയാത്തിനെ വലിയവനായി കണ്ടു, ഗോലിയാത്തിനെ ശക്തനായി കണ്ടു, ഗോലിയാത്തിനെ വലിയൊരു വിഷയമായി കണ്ടു, വലിയൊരു സംഭവമായി കണ്ടു, വലിയൊരു പ്രതികൂലമായി കണ്ടു. എന്നാൽ ഈ ദാവീദിന്റെ പ്രത്യേകത എന്താ? ദാവീദ് ഗോലിയാത്തിനെ കാര്യമായി കണക്കാക്കുന്നില്ല. ദാവീദ് ദൈവത്തെ ശക്തനായി കണ്ടു. ഗോലിയാത്തല്ല ശക്തൻ, ഗോലിയാത്തല്ല ശക്തൻ, ദൈവമാണ് ശക്തൻ എന്ന് ദാവീദ് മനസ്സിലാക്കി അത് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതാ നീങ്ങുകയാണ്. ഗോലിയാത്തല്ല ശക്തൻ, ദൈവമാണ് ശക്തൻ. ഇത് ദാവീദിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വാക്യത്തിൽ ദാവീദ് അത് വീണ്ടും പറയുന്നുണ്ട്. അതാണ് സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 47-ാം തിരുലിഖിതം. ദാവീദ് പറഞ്ഞു, കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന എന്താ? ജനങ്ങളും
രാജാവും പട്ടാളവും കണ്ടത് ഗോലിയാത്തിന്റെ ശക്തി. എന്നാൽ ദാവീദ് കാണുന്നത് ഗോലിയാത്തിനെ ശക്തനായിട്ടല്ല. ദൈവം വളരെ ശക്തൻ, ദൈവം എല്ലാത്തിനും കഴിവുള്ളവൻ. ഈ ദൈവത്തിന്റെ ശക്തി അവൻ കണ്ടു. ലോകത്തിന് ദാവീദ് ഒരു കാര്യം കാണിച്ചു കൊടുത്തു. ഗോലിയാത്തല്ല ശക്തൻ, ദൈവമാണ് ശക്തൻ എന്ന് ദാവീദ് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ട് ആ ഗോലിയാത്തിന്റെ തലയും തൂക്കിയെടുത്ത് സാവൂൾ രാജാവിന് മുമ്പിൽ ദാവീദ് എന്ന ചെറുബാലൻ നിൽക്കുകയാണ്. ഗോലിയാത്തല്ല ശക്തൻ, ദൈവമാണ് ശക്തൻ എന്ന് ലോകത്തെ ദാവീദ് ബോധ്യപ്പെടുത്തി. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇതൊരു വിഷയമാണ്. ഇന്ന് നമ്മുടെ പലരുടെയും മനസ്സിലിരിക്കുന്നത്, ഒരു രോഗം വരുമ്പോൾ, ഒരു കടബാധ്യത വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ, ഒരു ശത്രു വരുമ്പോൾ, ആ ശത്രു വലിയ ശക്തൻ, ഓ കൂടോത്രം, ഓ മന്ത്രവാദം, ഓ ശത്രു, ഓ പിശാച്, ഓ രോഗം, ഓ കടബാധ്യത, ഇങ്ങനെ അങ്ങോട്ട് വിരളി പിടിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, പരിഭ്രമിക്കരുത്. പരിഭ്രമിച്ചാൽ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ വെച്ച് പരിഭ്രാന്തനാക്കും. ഇത് കർത്താവ് ദൈവവചനത്തിൽ മുന്നറിയിപ്പ് തന്നിരിക്കുന്ന വിഷയമാണ്. പരിഭ്രമിക്കരുത് മക്കളെ. ഒരു വിശ്വാസിയാണോ, ഒരു ദൈവ പൈതലാണോ, ഒരു കാര്യത്തിൽ ഹൃദയം ഉറച്ചിരിക്കണം. ദൈവത്തിന്റെ ശക്തി അറിയണം, ദൈവത്തിന്റെ മഹിമയെ അറിയണം, ദൈവത്തിന്റെ ബലത്തെ അറിയണം. നമ്മുടെ കാര്യത്തെ സോൾവ് ചെയ്യാൻ കഴിവുള്ളവനാണ് ദൈവം. നമുക്കൊരു പ്രശ്നം വരും. ആർക്കായി ലോകത്ത് ശത്രു ഇല്ലാത്തത്? എല്ലാവർക്കും ശത്രുക്കളുണ്ട്. ആർക്കായി ലോകത്തിൽ പ്രശ്നമില്ലാത്തത്? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആർക്കായി ലോകത്തിൽ കണ്ണുനീരില്ലാത്തത്, ഞെരുക്കമില്ലാത്തത്, പ്രതികൂലമില്ലാത്തത്, എതിരില്ലാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ എല്ലാം നടുവിലാണ് ഓരോരുത്തരും, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെയുള്ള സകലരുടെയും ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഞെരുക്കത്തിന്റെയും പ്രതികൂലത്തിന്റെയും ശത്രുക്കളുടെ ഇടയിൽ കൂടെ തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എന്തുകൊണ്ടാണ് കുറെ പേര് പരാജയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കുറെ പേര് ചീഞ്ഞളിഞ്ഞ തക്കാളിക്ക് പീഞ്ഞു പോകുന്നത് പോലെ അങ്ങനെ തകർന്നൊഴിഞ്ഞു പോകുന്നത്? അതിന്റെ ഒരു കാരണം, ദൈവത്തിന്റെ ശക്തിയെ അവർ ഹൃദയം കൊണ്ട് അറിയുന്നില്ല. ദൈവത്തിന്റെ ശക്തി അവർ അംഗീകരിക്കുന്നില്ല. ദൈവത്തിന്റെ ശക്തി അവർ വലുതായി കാണുന്നില്ല. പകരം തനിക്കെതിരെ വരുന്ന ശക്തിയെ അവർ വലുതായി കാണുകയാണ്. ദൈവത്തിന്റെ ശക്തി ഉന്നതമായി കണ്ടാൽ നിനക്ക് വിജയമുണ്ട്. ഏത് പ്രതികൂലത്തിനാണെങ്കിലും അവിടെ നിന്നെ മുന്നോട്ട് നടത്താൻ ഈ ദൈവത്തിന് കഴിയും. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത കാലത്ത് അച്ഛൻ പാലക്കാട് ടൗൺ ഹാൾ കേന്ദ്രമാക്കിയുള്ള ഒരു ഏകദിന വചന പ്രഘോഷണം എല്ലാ 3-ാം ഞായറാഴ്ചകളിൽ നടക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ ചന്ദ്രനഗർ കേന്ദ്രമാക്കിയുള്ള ഒരു ഇടവകയിലെ ഒരു കുടുംബത്തെ കാണാൻ ഇടവന്നു. അപ്പോൾ ആ കുടുംബത്തിലെ ഒരമ്മയും ഒരു മകനും, അവര് ഓസ്ട്രേലിയയിൽ താമസമാക്കിയവരാണ്. ആ മകൻ അവരുടെ അനുഭവം പറഞ്ഞു. ഒരു ദിവസം കമ്പനിയിലേക്ക് ചെന്നപ്പോൾ പൊടുന്നനെ കമ്പനിയുടെ മാനേജർ പറയാണ്, നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് മുതൽ നിങ്ങൾക്ക് ജോലിയില്ല. 1 മാസത്തെ ശമ്പളവും കൊടുത്ത് അദ്ദേഹത്തെ അവിടുന്ന് രാവിലെ യാത്രയാക്കി. ആ മനുഷ്യൻ പറയുകയാണ്, തല മുതൽ കാല് വരെ തരിച്ചുപോയി. സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരവിച്ചു പോയതുപോലെയായി. സുബോധം നഷ്ടപ്പെട്ടു. എങ്ങനെയാ വീട്ടിൽ ഇരുന്ന് അറിയാൻ പാടില്ല. വീട്ടിൽ ചെന്ന് ആരെങ്കിലും സംസാരിച്ചാൽ ഒന്നും സെൻസ് കിട്ടുന്നില്ല. അദ്ദേഹത്തിന് വിശപ്പില്ല, ഉറക്കമില്ല. അങ്ങനെ അദ്ദേഹം വീട്ടിൽ ഭയങ്കരമായിട്ട് കാരണം ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അദ്ദേഹം വളരെ ഭയചകിതനായി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ പാലക്കാട് ടൗൺ ഹാളിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം ബ്രദർ സൈമൺ എന്നൊരു ബ്രദറിനെ കുറിച്ച് അവർ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഈ സഹോദരൻ ബ്രദർ സൈമണെ വിളിച്ചു. സൈമൺ ഈ ദാവീദിനെ പോലെയാണ്. ദൈവത്തിന്റെ ശക്തിയെ വലുതായി കാണുന്നു, ലോകത്തിന്റെ ഇങ്ങനെയുള്ള ശക്തിയെ തീരെ ചെറുതായി കാണുന്നു, തീരെ ചെറുതായി കാണുന്നു. അങ്ങനത്തെ ഒരു ബ്രദറാണ് സൈമൺ ബ്രദർ. ആ സൈമൺ ബ്രദർ ഫോണിൽ കൂടെ പറഞ്ഞു, സഹോദര, ഇത് തീരെ ചെറുത്. സഹോദരൻ ആകെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ഇത്രയും കാലം ഈ ജോലി തന്ന കമ്പനി നിനക്ക് ഒരു ചെറിയ ശുശ്രൂഷ എന്നാണ് ചെയ്തു തന്നിരിക്കുന്നത്. നിന്റെ കുടുംബത്തിന് അന്നം തന്ന കമ്പനിയാണ്. അതുകൊണ്ട് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആ കമ്പനിയോടും ആ മാനേജറോടും ദേഷ്യം തോന്നരുത്, ഭയങ്കര സ്നേഹം തോന്നണം. സ്നേഹവും നന്ദിയും ഉണ്ടാകട്ടെ. നിന്നെ പിരിച്ചുവിടുന്നോർത്ത് നീ വെറുപ്പ് തോന്നരുത്, നീ വെറുപ്പ് വിചാരിക്കുക, നീ ക്ഷമിക്കുക, നന്നായിട്ട് സ്നേഹിക്കുക, നന്ദി ഉണ്ടാകുക. ഇത്രയും കാലം ചെയ്തതിനെല്ലാം നന്ദി ഉണ്ടാകട്ടെ. ഏറ്റവും ആദ്യം വേണ്ടത് അതാണ്, നന്ദി ഉണ്ടാകുക. ഇനി രണ്ടാമത്,
ഈ കമ്പനിയോ ഇതൊന്നും അല്ല നിന്നെ പോറ്റി പുലർത്തുന്നത്. നിന്റെ കാര്യത്തിൽ നിന്റെ ദൈവത്തിനാണ് ശ്രദ്ധ. നിന്നെ ഇതിനേക്കാൾ നല്ല മെച്ചമായ വിധത്തിൽ നടത്താൻ, നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നയിക്കാൻ, നിന്നെ പ്രശാന്തമായ ജലാശയത്തിൽ നയിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയും. നീ അത് വിശ്വസിക്കണം. നിന്റെ ദൈവത്തിന്റെ ശക്തിയെ നീ ഉയർന്നു കാണുക. നീ ലോകത്തിന്റെ കമ്പനിയോ നീ പിരിച്ചുവിടലോ സാമ്പത്തിക മാന്ദ്യമോ ഇനി ജോലി കിട്ടാൻ സാധ്യതയില്ല. എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരുപാട് പേര് ആപ്ലിക്കൻസ് ഇവിടെ ഉണ്ട്. ഇനി ഞാൻ വയസ്സനായി എനിക്ക് ജോലി കിട്ടില്ല, അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത് മകനെ. നീ ലോകമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നീ വലിയ പർവ്വതമായി കൊണ്ടു നടക്കേണ്ടത്. ദൈവത്തിന്റെ ശക്തി ഒരു പർവ്വതം പോലെ നീ കാണണം. നീ ഹിമാലയ പർവ്വതം പോലെ ദൈവത്തിന്റെ ശക്തി നിന്റെ മുന്നിൽ വലിയ വിധത്തിൽ നിൽക്കുന്നത് നീ കാണണം. ദൈവത്തിന്റെ ശക്തിയിൽ ഇടിമുഴക്കത്തെ നീ ധ്യാനിക്കണം. അപ്പോൾ ആ ദൈവത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ സമാധാനപ്പെടുക. നീ ദേവാലയത്തിൽ ക്ഷമിക്കുക, നീ ദേവാലയത്തിലേക്ക് പോവുക, ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുക, കുർബാനയ്ക്ക് പങ്കെടുക്കുക, വീട്ടിൽ വരിക, പാട്ട് പാടുക, ദൈവത്തെ ആരാധിക്കുക. എൻ്റെ ദൈവം എന്നെ നടത്താൻ ശക്തിയുള്ളവനാണെന്ന് ഏറ്റുപറയുക. ഓസ്ട്രേലിയയിലെ ആ ഒരു മനുഷ്യൻ പറയുകയാണ്, എൻ്റെ അച്ഛാ, ആ ബ്രദർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഭയവും എൻ്റെ ദുഃഖവും എൻ്റെ വലിയ തരത്തിലുള്ള എന്നെ എന്തോ ഒരു കടവാവിൽ വന്ന് പൊതിഞ്ഞ പോലെ ഉണ്ടായിരുന്ന ആ പിടുത്തെല്ലാം വിട്ട് ഞാൻ പഞ്ഞി പോലെയായി. എനിക്ക് സന്തോഷമായി. എനിക്ക് പിന്നെ ഭാരമില്ല. ഞാൻ ദേവാലയത്തിലേക്ക് പോയി, ഞാൻ കുർബാനയ്ക്ക് കൂടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ ഇതിനേക്കാൾ മെച്ചമായി ഇത് നടത്തും, എന്നെ മെച്ചമായി ഇത് നടത്തും. അദ്ദേഹം അത് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2 ദിവസം കഴിഞ്ഞു. ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ ഒരു വ്യക്തി ഒരു നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് വീട്ടിൽ കൊടുത്തിട്ടു. ആ 2 ദിവസം കഴിഞ്ഞാൽ നോട്ടീസ് വെറുതെ എടുത്തിങ്ങനെ നോക്കിയിരിക്കേണ്ട സമയത്ത് അതിൽ ഒരു പ്രത്യേക ബിസിനസ്സിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഒരു ഇൻവിറ്റേഷനാണ് അതിനകത്ത് ചേരാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം ആ കമ്പനിയുടെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ തോന്നി. വിളിച്ചു നോക്കി വളരെ ഹൃദ്യമായി ഇഷ്ടപ്പെട്ടു. അതിൽ ചെന്ന് ഇന്റർവ്യൂ നടത്തി, അതിൻ്റെ പങ്കാളിയായി അതിനകത്ത് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ഇന്ന് അദ്ദേഹം പറയുകയാണ്, ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഇത്രയും കാലം ഓസ്ട്രേലിയ വർക്ക് ചെയ്തിട്ട് കടബാധ്യതയും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്ര വർഷങ്ങൾ കൊണ്ട് നേടാൻ പറ്റാത്തത് 6-7 മാസങ്ങൾ കൊണ്ട് അതെല്ലാം മാറി. ഇന്ന് അദ്ദേഹം വലിയൊരു ബിസിനസ്സിൻ്റെ ഉടമയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വെറും ഒരു ശമ്പളക്കാരൻ എന്ന നിലയിൽ നിന്ന് എന്നെ ദൈവം വലിയ വരുമാനമുള്ള വലിയൊരു ബിസിനസ് ശൃംഖലയിൽ വലിയൊരു ബിസിനസ്സിൻ്റെ പങ്കാളിയാക്കി എന്നെ മാറ്റി. ഇന്ന് എൻ്റെ ദൈവം എന്നെ നല്ല വിധത്തിൽ നടത്തുന്നു. അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് അട്ടപ്പാടി വന്നിട്ട് ഈ കാര്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അഭിഷേകാഗ്നി നിരന്തരം കൂടുന്ന ഒരു വ്യക്തിയാണ്. കുടുംബം മുഴുവനും അദ്ദേഹം ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അട്ടപ്പാടി വരികയും പാലക്കാട് വരികയും ടൗൺ ഹാളിൽ വരും. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ദൈവത്തിൽ ആഹ്ലാദിച്ച് നടക്കുന്ന കാഴ്ചയാണ് പാലക്കാട് ടൗണിൽ എനിക്ക് അദ്ദേഹത്തെയും കുടുംബത്തെയും കണ്ടപ്പോൾ കാണാൻ സാധിച്ചത്. ഉറക്കെ പറയാ, ഹല്ലേലൂയ. ഗോലിയാത്ത് അല്ല ശക്തൻ, നമ്മുടെ ദൈവമാണ് അത്യുന്നത ശക്തി. ഉറക്കെ പറയട്ടെ, ഹല്ലേലൂയ. ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. 2 മക്കബായർ 8:18 നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലിയിൽ ചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഉറക്കെ പറയാ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂദത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾ രംഗം കാണുന്നില്ലേ? ഹോളോഫർണസ് 1,70,000-ൽ പരം വരുന്ന സൈന്യനിരകളും അതിനടുത്ത യുദ്ധസന്നാഹങ്ങളും അതിനടുത്ത പടക്കോപ്പുകളുമായി ഈ ഹോളോഫർണസ് സൈന്യവും ഇസ്രായേൽ ജനത്തിന് നേരെ അങ്ങോട്ട് നീങ്ങുകയാണ്. ഈ സൈന്യത്തെ കണ്ട് ഭയചകിതരായ ഇസ്രായേൽക്കാർ അമ്പരന്ന് പോയി. അതാണ് യൂദത്തിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം. ആ വമ്പിച്ച സൈന്യത്തെ കണ്ട് ഇസ്രായേലിയർ ഭയവിഹ്വലരായി പരസ്പരം പറഞ്ഞു, ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും. ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തി മലകൾക്കോ താഴ്വാരങ്ങൾക്കോ കുന്നുകൾക്കോ ഇല്ലല്ലോ. ഈ കുന്നുകൾക്കോ താഴ്വാരങ്ങൾക്കോ ഇവരുടെ ഭാരം താങ്ങാനുള്ള ശക്തി പോലും. അതുപോലെ ഭീകരമായ ഒരു രംഗമാണ് അവരുടെ മുമ്പിൽ അവർ കണ്ടത്. ഒരു പടസൈന്യം, ഒരു വലിയ പട അവിടെ വന്നങ്ങോട്ട് പൊതിഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനും പ്രത്യാശയില്ലാത്ത അവസ്ഥയായി. ആ സമയത്താണ് ദൈവത്തിന് ശരിക്കും വിശ്വാസം ഉണ്ടായിരുന്നു. യൂദിത്ത് എന്നൊരു ദൈവ പൈതൽ, ആ ദൈവ പൈതൽ ഉണർന്നു. ആ ദൈവ പൈതലിനുള്ളിൽ ശക്തമായൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം എന്താണെന്നറിയോ? അതാണ് യൂദിത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഞാൻ എന്താണ്, ഇതൊന്നും വിഷയമല്ല. ദൈവത്തിൽ വിശ്വസിച്ച ദൈവ പൈതലാണോ? ദൈവം നിനക്ക് പരിച, ദൈവം നിനക്ക് ശക്തി, ദൈവം നിനക്ക് സൈന്യം, ദൈവം നിനക്ക് സർവ്വതും. ഇത് തന്നെയാ അതിന്റെ പ്രമാണം. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. യൂദത്ത് അതുപോലെ മുന്നോട്ട് നീങ്ങി. ഇതാ ഹോളോഫർണസ് എന്ന് പറഞ്ഞ സൈന്യാധിപന്റെ തലയും തൂക്കിയെടുത്ത് ഇതാ ഇസ്രായേൽ പാളയത്തിൽ വന്ന് പറയാണ്, നമ്മുടെ ദൈവം നമ്മോട് കൂടെ. ഉറക്കെ പറയട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് ചാടി എഴുന്നേൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിൽ തളർന്നിരിക്കുന്ന അനേകരുണ്ട്.
ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും, ഇനി ആരെന്നെ സഹായിക്കും, ഇനി എനിക്ക് ആരാ ഉള്ളത്, അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്. എന്തു തന്നെ ലോകത്തിലുണ്ടാകട്ടെ, അതിലും ഉപരിയായൊരു ശക്തി നമുക്കുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ശക്തി. അതാണ് നമുക്ക് ജീവനും ജീവിതം നമ്മുടെ ഉടയവന്റെ ശക്തി. നമുക്ക് ജീവശ്വാസം തന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ. നിരാശകൾ വിട്ടുപോകട്ടെ, വലിയ മനപ്രയാസങ്ങൾ വിട്ടുപോകട്ടെ, വലിയ തരത്തിലുള്ള തളർച്ചകൾ മാറിപ്പോകട്ടെ. മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി ഇപ്പോൾ വലുതായി കാണുന്ന എന്നെ നശിപ്പിച്ചു കളയും, എന്നെ വിഴുങ്ങിക്കളയും, എന്നെ തകർത്ത് കളയും, എന്നെ പൊടിയാക്കി കളയും, അങ്ങനെ ചിന്തിക്കുന്ന വിധമുള്ള എല്ലാ പ്രതികൂലങ്ങളും, രോഗമാകട്ടെ, അത് കടബാധ്യതയാകട്ടെ, അത് ജോലി മേഖലയുടെ തടസ്സമാകട്ടെ, അത് വലിയ ശത്രുക്കളുടെ ഉപദ്രവമാകട്ടെ, മന്ത്രവാദമാകട്ടെ, കൂടോത്രമാകട്ടെ, അത് ഏതെങ്കിലും തരത്തിലുള്ള കുത്സിതമായി മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി നീങ്ങുന്ന ഗൂഢസംഘങ്ങളുടെ പ്രവർത്തനമാകട്ടെ, അതിനെയൊക്കെ തറ പറ്റിക്കാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം അതിന് മുകളിൽ ഉയർന്നു നിൽക്കട്ടെ. ദൈവവൈതലെ രണ്ട് കൈകൾ ഉയർത്തുക. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കുന്ന സമയമാണിത്. കടവാവലുകൾ മൂടിയിരിക്കുന്നത് പോലെ ജീവിതത്തിൽ ദുഃഖവും ഭാരവും നിരാശയും ആത്മഹത്യയിൽ നിന്ന് മൂടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് കർത്താവ് വേലി പൊളിച്ച് മൂടപ്പെട്ടിരിക്കുന്ന മൂടലുകളെല്ലാം വലിച്ചു പറിച്ച് ഇതാ പുതിയൊരു യുഗം നൽകുന്ന സമയമാണ്. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കൃപ നിറയട്ടെ. ക്ഷീണങ്ങളെല്ലാം മാറട്ടെ കർത്താവേ. ഓരോ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ക്ഷീണങ്ങൾ തടസ്സങ്ങൾ വിട്ടുപോട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. തിരുവോസ്തിയിൽ ദിവ്യകൂദാശയായി ആഗതനാകുമെൻ യേശുനാഥ. ആരാധന നിനക്കേകിടാനായങ്ങേ തിരുമുൻപിലണയുന്നു ദാസരിതാ. സ്വർഗീയ പൂജ്യമേ, ആത്മാവിൻ ജീവന്റെ മന്നയേ ആരാധന. ദിവ്യകാരുണ്യമേ, ആരാധ്യനാഥനേ, അകതാരിലേകുന്നു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലുടനീളം നാം കാണുന്നത് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ നടന്ന് അവരെക്കുറിച്ചുള്ള തൻ്റെ മതിപ്പും അവരോടുള്ള തൻ്റെ സ്നേഹവും ബഹുമാനവും വാത്സല്യം എല്ലാം വെളിപ്പെടുത്തുന്നത് ദൈവത്തെയാണ്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ കണ്ണുകൾ അന്ധമായി പോയിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തോടുള്ള ബന്ധം ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ യേശുവേ ഈ നിമിഷം എൻ്റെ കണ്ണുകളെ തുറക്കണമേ. കുരുടായി പോയ എൻ്റെ ആന്തരിക നേത്രങ്ങളെ തുറന്നു തരണമേ. കൈകൾ ഉയർത്തി ഉറക്കെ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അന്ധകാരങ്ങൾ മാറട്ടെ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ, കർത്താവ് പകരട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ.